സുനിൽ ഈ സൂചിപ്പിച്ചതുപോലെ LDF വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇക്കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നേരിട്ട് വാർത്താസമ്മേളനം നടത്തുന്നു, പല പ്രധാനപ്പെട്ട വിഷയങ്ങളും മുന്നോട്ട് വെക്കുന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാന ആയുധമാക്കി LDF മുന്നോട്ട് വെക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെയാണ്. UDF സംബന്ധിച്ച് ഈ അവസാന ഘട്ടത്തിൽ വലിയൊരു തലവേദനയാകില്ലേ അത്? അമൃത, ഒരു രാത്രി പുലർന്നാൽ സംസ്ഥാനത്തെ 7 ജില്ലകൾ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നണികളെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ടെസ്റ്റ് റൗണ്ട് എന്ന നിലയ്ക്കാണ് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. എല്ലാ ഘട്ടത്തിലും എല്ലാ കാലത്തും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ ഇടതുപക്ഷത്തിന് എപ്പോഴും ഒരു മേൽക്കൈ ലഭിച്ച ചരിത്രമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ജില്ലാ പഞ്ചായത്തുകളിലടക്കം ഇത്തവണ വലിയ കടന്നുകയറ്റം നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അതിന് UDFന്റെ മുന്നിൽ അവരുടേതായ കാരണങ്ങളുമുണ്ട്. നോക്കൂ, ആദ്യഘട്ടം മുതൽ തന്നെ UDF വലിയ അസ്വസ്ഥതകളില്ലാതെ ഇത്തവണ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കി മുന്നണി സീറ്റ് വിഭജനങ്ങൾ പലയിടങ്ങളിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് അവസാന ഘട്ടം വരെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായതെങ്കിൽ മുന്നണിയിലെ സീറ്റ് വിഭജനം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുകയും ഒപ്പം സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ആദ്യം തന്നെ ഇറങ്ങാൻ കഴിയുകയും ചെയ്തു എന്നത് UDF അവരുടെ ഒരു നേട്ടമായി കണക്കാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള നിർണായകമായ മത്സരം നടക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കണ്ണൂർ പോലെ ചില അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത്. എന്തായാലും അങ്ങനെ പ്രചാരണ രംഗത്ത് തുടക്കത്തിൽ അതിൻ്റെ ഒരു തുടക്ക സമയം എന്ന് പറയുന്നത് UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ട്രെൻഡ് ശബരിമല സ്വർണ്ണക്കൊള്ളയുണ്ട്, അതിൽ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട സർക്കാർ വിരുദ്ധ വികാരങ്ങൾ അത് UDFന് അനുകൂലമാകുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്നത്. പക്ഷേ തൊട്ടു പിന്നാലെ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉണ്ടാവുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ഉയർന്നു. 5-8 ദിവസങ്ങൾ അത് മാത്രമായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്ത. മാത്രമല്ല അതിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല അത് UDFനെ മൊത്തത്തിൽ ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് UDFിലെ ഘടകകക്ഷികൾ തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. എന്തായാലും കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് ഇതിനെ തുടർന്ന് പോയി. രാഹുലിന്റെ ജാമ്യം നിഷേധിച്ച മിനിറ്റുകൾക്കകം തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം കോൺഗ്രസ് എടുക്കുന്നു. അത് കോൺഗ്രസിന്റെ ആ തീരുമാനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എന്ന നിലയ്ക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കരുത്തുറ്റ ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് ആ തീരുമാനത്തെ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അതുവരെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പ്രതിരോധത്തിന്റെ ലൈനിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കളിക്കുകയും പിന്നീട് പ്രത്യാക്രമണം അതിന്റെ പാതയിലേക്ക് മാറുകയും ചെയ്യുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതായത് അവർ ചോദ്യം ഉന്നയിക്കുകയാണ് LDFനോട്, എന്തുകൊണ്ട് ഞങ്ങൾ എടുത്തതുപോലെ കരുത്തുറ്റ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് CPMന് LDFന് കഴിയാതെ വന്നു എന്നതാണ് അവരുടെ ചോദ്യം. അതായത് മുകേഷ് MLA CPMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച MLA സമാനമായ ആരോപണമുണ്ടായി. നിങ്ങൾ LDFന്റെ മന്ത്രിസഭയിലുള്ള KB ഗണേഷ് കുമാർ സമാനമായ ആരോപണമുണ്ടായി. ഒപ്പം ശബരിമലയിൽ ഭഗവാന്റെ സ്വർണം കെട്ട കേസിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുന്നു, എന്തേ പുറത്താക്കാത്ത, എന്തേ നടപടിയെടുക്കാത്തത് എന്നതായിരുന്നു അവസാന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ചോദ്യം. ആ ചോദ്യം ഒരുപക്ഷെ ഒരു വലിയ തോതിൽ എഫക്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് മറുപടിയും പ്രതിരോധവുമായി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ അവസാനം ഉന്നയിക്കുന്ന ആരോപണം പാർട്ടി ഈ വിഷയത്തിൽ അവരെടുക്കുന്ന ഒരു നിലപാട്, കോൺഗ്രസ് പാർട്ടി ഇതിൽ ചില കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടി അറിവോടുകൂടിയാണ് രാഹുൽ ഇത്തരത്തിൽ പീഡനം നടത്തിയത്. മാത്രമല്ല ഈ രാഹുലിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് കോൺഗ്രസിന്റെ ചില പ്രധാനപ്പെട്ട നേതാക്കളാണ് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. ഒടുവിൽ ജമാഅത്ത് ഇസ്ലാമിയുമായും STPയുമായും UDFന് ബന്ധമുണ്ടെന്ന LDFന് ബന്ധമുണ്ടെന്ന പതിവ് ആരോപണം മുഖ്യമന്ത്രി തന്നെ ഉന്നയിക്കുന്നു. ഒടുവിൽ അതിന് ജമാഅത്ത് ഇസ്ലാമി തന്നെ മറുപടിയുമായി രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ അതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടുമില്ല. അങ്ങനെ മാത്രമല്ല LDF
പല ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള സംഘടനകളുമായി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ധാരണകൾ, പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ പിന്തുണ നൽകിയത് അടക്കമുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് UDFന്റെ നേതാക്കളും രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് അവർക്കൊപ്പം കൂടുമ്പോൾ നമുക്ക് ജമാഅത്തെ ഇസ്ലാമി വേണ്ടപ്പെട്ടവരും അല്ലാത്തപ്പോൾ വെറുക്കപ്പെട്ടവരുമാകുന്നത് എങ്ങനെയെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. മാത്രമല്ല, ഒടുവിൽ നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വീണ്ടും UDF നേതാക്കൾ എത്തുന്ന UDF അവരുടെ ഒരു പ്രചാരണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ സ്വർണ്ണക്കൊള്ളയ്ക്ക് എതിരായ ഹാഷ്ടാഗുകളും ഒപ്പം പോസ്റ്റുകളും ഒക്കെ ആയി സജീവമായി വീണ്ടും സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഈ സർക്കാർ വിരുദ്ധ വികാരവും ഇത്തരം ആരോപണങ്ങളും ഒക്കെ ഗുണം ചെയ്യും എന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്.